ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഓരോന്നോരോന്നായിട്ട്. പത്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Name the initiative launched by UGC's InflipNet to address the gender disparity in the field of science by ensuring equal representation of women scientists. എന്താണ് ചോദ്യം? UGCയുടെ ഇൻഫ്ലിപ്നെറ്റിന് ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജെൻഡർ ഡിസ്പാരിറ്റി സയൻസിൽ, ഫീൽഡ് ഓഫ് സയൻസിൽ ജെൻഡർ ഡിസ്പാരിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? ഷേർണി എന്നാണ് ആ UGCയുടെ ആ ഒരു പ്രോഗ്രാം, ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പേര് ഷേർണി എന്നുള്ളതാണ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഷേർണി എന്ന് മാത്രം നമുക്ക് പോരാ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഷേർണിയുടെ ഫുൾ ഫോം എന്താണെന്നും കൂടി ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് എ ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. സോ ഷീ റിസർച്ച് ആണ്. സോ ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ് ഷീ റിസർച്ച് നെറ്റ്വർക്ക് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ അഡീഷണൽ പോയിൻറ്റ്സും കൂടി നമ്മൾ നോക്കി വെക്കണം, കാരണം ഇത് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ചോദ്യം. ഇൻഫ്ലിപ്നെറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും കൂടി അറിഞ്ഞു വയ്ക്കുക. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്, അതാണ് ഇൻഫ്ലിപ്നെറ്റ് സെൻറ്റർ. അത് സ്ഥിതി ചെയ്യുന്നത് ഗാന്ധിനഗറിലാണ്. ഓട്ടോണോമസ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ആണ് UGCയുടെ. ഈ പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്ത് 1991. സോ ദാറ്റ് ഇസ് UGCയുടെ ഇൻഫ്ലിപ്നെറ്റ് ഇനീഷ്യേറ്റീവ് ആണ് ഷേർണി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ഓപ്പറേഷൻ റീസെൻ്റ്ലി ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു ഇവാക്യുവേറ്റ് ഇന്ത്യൻ നാഷണൽസ് ഫ്രം ഹെയ്റ്റി? സോ ഹെയ്റ്റി എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം അവിടുത്തെ ഇന്ത്യൻ നാഷണൽസിനെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഓപ്പറേഷൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം വരുന്നത്. എന്താണ് പേര്? ഓപ്പറേഷൻ്റെ പേര് ഇന്ദ്രാവതി എന്നാണ്. ഓപ്പറേഷൻ ഇന്ദ്രാവതി. അഡീഷണൽ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. സോ ഇവാക്യുവേറ്റ് ഇന്ത്യൻ സിറ്റിസൻസ് ഫ്രം ദി ടെർമോയിൽ എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ഉള്ള ഒരു പ്രശ്നബാധിത ഏരിയ, ടെർമോയിൽ സ്ട്രിക്കൺ ഹെയ്റ്റി ടു ദ നെയ്ബറിംഗ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. സോ എവിടത്തേക്കാണ് മാറ്റിയത്? ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന മറ്റൊരു നെയ്ബറിംഗ് ആയിട്ടുള്ള ഒരു രാജ്യത്തിലേക്കാണ് മാറ്റിയത്. ഹെയ്റ്റിയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദി കരീബിയനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കരീബിയൻ്റെ സ്പെല്ലിംഗ് നോക്കുക, 2B. ഓക്കെ, 2B ആൻഡ് 1R. സോ കാർ ആൻഡ് ദെൻ BBEAN. ഇനി ഇന്ദ്രാവതി എന്ന് പറയുന്ന വേർഡ്, ആ ഒരു വാക്ക് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ദ്രാവതി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ദ്രാവതി എന്ന് പറയുന്നത് ഒരു റിവറിൻ്റെ പേരുമാണ്. ഇറ്റ്സ് എ ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി റിവർ. അത് ഛത്തീസ്ഗഡിലേക്കൂടെ ഒഴുകുന്നതാണ്. ഓക്കെ, സോ ഗോദാവരി റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ആൻഡ് ഇറ്റ് ഫ്ലോസ് ത്രൂ ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷയിലേക്കൂടെയും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലേക്കൂടെയും ഒഴുകുന്ന ഒരു റിവറാണ് നമ്മുടെ ഇന്ദ്രാവതി എന്ന് പറയുന്ന റിവർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദി ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ടു കർബ് ദി റാമ്പന്റ് ഇഷ്യൂ ഓഫ് കാറ്റിൽ സ്മഗ്ലിംഗ്. സോ കാറ്റിൽ സ്മഗ്ലിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. സോ പേര് കാമധേനു എന്നാണ് ആ ഓപ്പറേഷൻ്റെ പേര്. ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പേര് കാമധേനുവാണ്. അപ്പം ഓർക്കുക, എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാറ്റിൽ സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് സംസ്ഥാനം? ദ യൂണിയൻ ടെറിട്ടറി ഈസ് ജമ്മു ആൻഡ് കാശ്മീർ. നെക്സ്റ്റ് വൺ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് ദി ഇന്ദിരാമ്മ ഹൗസിംഗ് സ്കീം? സോ ഇന്ദിരാമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും, സദേൺ സ്റ്റേറ്റിൽ ഏതോ ആണ് വരുന്നത്. To provide housing solutions to the economically disadvantaged segments of the society. So economically disadvantaged ആയിട്ടുള്ള സെഗ്മെൻറ്റ്സിന് ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ദിരാമ്മ എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത് ഏത് സംസ്ഥാനമാണ്? അത് ആൻസർ ഈസ് തെലങ്കാനയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് നീങ്കൽ നലമ സ്കീം ടു റിവ്യൂ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വെൽഫെയർ പ്രോഗ്രാംസ്? അതായത് വെൽഫെയർ പ്രോഗ്രാംസ് അതിൻ്റെ റിവ്യൂ, എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ള അതിൻ്റെ റിവ്യൂ ആണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നീങ്കൽ നലമ. സോ അത് കാണുമ്പോഴും നമുക്ക് ഏകദേശം മനസ്സിലാകും ഏതാ സ്റ്റേറ്റ് എന്നുള്ളത്. നമ്മുടെ സ്റ്റേറ്റ് ഊഹിച്ച പോലെ തന്നെ എന്താണ്? തമിഴ്നാടുമാണ്. അഡീഷണൽ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. RU ഫൈൻ, നീങ്കൽ നലമ എന്ന് പറയുന്നത് എന്താണ്? തമിഴിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്, RU ഫൈൻ, നിങ്ങൾക്ക് സുഖമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, now let's move on to the sixth question.
which is the term used to refer primarily young, single, and then male migrants to urban areas whose addresses on electoral rolls don't match their current living places. അതായത് യങ് ആയിട്ടുള്ള യുവാക്കളായിട്ടുള്ള സിംഗിൾ മെയിലാണ്, പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. മൈഗ്രൻസ് ആണ്, ഏർബൻ ഏരിയാസിലേക്ക് ജോലി തേടി വന്ന മൈഗ്രൻസ്. അവരുടെ അഡ്രസ്സസ് ലോക്കൽ ഇലക്ട്രൽ റോളിൽ അവരുടെ കറൻറ്റ് ലിവിങ് പ്ലേസുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചത്. അവർ നമ്മൾ പറയുന്നത് മിസ്സിംഗ് വോട്ടേഴ്സാണ്. ഇലക്ട്രൽ റോളിൽ അവരുടെ പേരും അവരുടെ അഡ്രസ്സും ഒന്നും മാച്ച് ആവുന്നില്ല. അതായത് അവരിപ്പോൾ താമസിക്കുന്ന അഡ്രസ്സും അവരുടെ ഇലക്ട്രൽ റോളിലുള്ള അഡ്രസ്സും തമ്മിൽ മാച്ച് ആവുന്നില്ല എങ്കിൽ അവരെ നമ്മൾ പറയുന്നത് എന്താണ്? മിസ്സിംഗ് വോട്ടേഴ്സ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി, ഓർക്കുക DOSEL, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി conducted the Foundational Literacy and Numeracy Assessment Test FLNAT across 23 states as part of the ULLAS scheme. And what does ULLAS stand for? അതായത് ലിറ്ററസി, അതേപോലെ തന്നെ ന്യൂമറസി, മാത്സിലുള്ള ന്യൂമറിക്കൽ എബിലിറ്റി, അതിൻ്റെ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിരുന്നു 23 സംസ്ഥാനങ്ങളിൽ. അത് ഒരു ഉല്ലാസ് എന്ന് പറയുന്ന സ്കീമിൻ്റെ പാർട്ടായിരുന്നു. അപ്പം നടത്തിയ ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി. ഉല്ലാസ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം വരുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം എന്താണ്, ലൈഫ് ലോങ് ആണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പഠിച്ചുകൊണ്ടേയിരിക്കും. സോ അതുതന്നെയാണ് ഉല്ലാസ് സ്കീം എന്ന് പറയുന്നത്, അല്ലേ? ജീവിതകാലം മുഴുവൻ ഉല്ലസിക്കുക എന്ന് ഓർത്ത് വയ്ക്കുക, അല്ലേ? ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി. അഡീഷണൽ പോയിന്റ് ശ്രദ്ധിക്കുക. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രം എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ കാര്യക്രം. ആൻഡ് FLNAT അസസസ്. FLNAT എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി അസസ്മെൻ്റ് ആണ് FLNAT. ഇതെന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത്? റീഡിംഗ് അസസ് ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് അസസ് ചെയ്യുന്നുണ്ട്, ന്യൂമറസി സ്കിൽസ് അസസ് ചെയ്യുന്നുണ്ട്. ഈ റീഡിങ്ങും റൈറ്റിങ്ങും ന്യൂമറസി സ്കിൽസുമാണ് ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് വിൽ റിസീവ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, NIOSന്ന് ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടും. ഈ ഒരു ലിറ്ററസി ആൻഡ് ന്യൂമറസി സ്കിൽസ് ഈ ഒരു അസസ്മെൻറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ടെസ്റ്റ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ. സോ അതാണ് നമ്മുടെ 7th ക്വസ്റ്റ്യൻ. നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the 8th question? Election Commission of India initiated Mission 414 in which state to boost voter turnout in polling stations. അതായത് മിഷൻ 414 എന്ന് പറയുന്ന ഈ ഒരു മിഷൻ ആരാ ഇനീഷ്യേറ്റ് ചെയ്തത്? നമുക്കെല്ലാം ചോദ്യമാണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏത് സംസ്ഥാനത്തിനാണ് ഇനീഷ്യേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. എന്തിനാണ് ഇനീഷ്യേറ്റ് എന്നും കൂടി പഠിച്ചു വയ്ക്കുക. ബൂസ്റ്റ് വോട്ടർ ടേൺ ഔട്ട്, അതായത് വോട്ടേഴ്സ് ഇവിടെ വരുന്നത് കുറവായിരിക്കാം ഒരു പക്ഷേ പോളിംഗ് സ്റ്റേഷൻസിൽ. സോ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മിഷൻ 414 എന്ന് പറയുന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. നമ്മുടെ ചോദ്യം എന്താണ്? ഏത് സംസ്ഥാനത്താണെന്നാണ്. സോ 414 വരുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശ്. 414 ഹിമാചൽ പ്രദേശ്. ഇതിൻ്റെ റീസണും ഇതാണ്. 414 പോളിംഗ് സ്റ്റേഷൻസ്, ഹിമാചൽ പ്രദേശിലെ 414 പോളിംഗ് സ്റ്റേഷൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. സോ അതുകൊണ്ടാണ് ഇതിനെ 414 മിഷൻ എന്ന് പറയുന്നത്, മിഷൻ 414. സോ ദീസ് പോളിംഗ് സ്റ്റേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? ലെസ് ദാൻ 60% വോട്ടർ ടേൺ ഔട്ട് റേറ്റ്. പ്രീവിയസ് ലോക്സഭ ഇലക്ഷൻസിൽ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 60% കുറവായിരുന്നു വോട്ടർ ടേൺ ഔട്ട്. സോ അവരെയൊക്കെ ഒന്ന് പുറത്ത് വന്ന് വോട്ട് ചെയ്യൂ എന്ന് പ്രേരിപ്പിക്കുന്നതാണ് ഈ മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9th question. Who has assumed the charge of chairman of the National Commission for Scheduled Caste? So NCSCയുടെ പുതിയ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം വരുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? കിഷോർ മക്വാന അദ്ദേഹമാണ് പുതിയ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അഡീഷണൽ പോയിൻറ്റ്സ് ശ്രദ്ധിക്കുക. NCSC നമുക്ക് എപ്പോഴും ഒരു ചോദ്യമാണ്. NCSCയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 338, ആർട്ടിക്കിൾ 338 ഡീൽസ് വിത്ത് ദി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഓൾസോ എത്രയാണ് മെമ്പേഴ്സ് വരുന്നത്?
chairperson plus vice chairperson and 3 other additional members. So that means 3 plus 1 plus 1. So 4, 5. Total 5 members ആണ് വരുന്നത്. ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. സോ ഇത് ശ്രദ്ധിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക. സോ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെയിം ദ ഓഥർ ആൻഡ് ഫിലോന്ത്രോപ്പിസ്റ്റ് ഹൂ ഹാസ് ബിൻ നോമിനേറ്റഡ് ടു ദ രാജ്യസഭ ബൈ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമു. So the author and philanthropist who has been nominated to the രാജ്യസഭ. സോ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഓഥറും ഫിലാന്ത്രോപ്പിസ്റ്റും ആരാന്നാണ് ചോദ്യം വരുന്നത്. ആരാണ്? സുധാമൂർത്തി. നാരായണമൂർത്തിയുടെ വൈഫ്, ഇൻഫോസിസിൻ്റെ നാരായണമൂർത്തിയുടെ വൈഫായ സുധാമൂർത്തിയാണ്. ഷീ ഈസ് എ ഫേമസ് ഓഥർ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്. അപ്പം അവരെയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും കൂടി പഠിച്ചു വെക്കുക. രാജ്യസഭയിലെ നോമിനേഷൻ പ്രോസസ് അണ്ടർ ആർട്ടിക്കിൾ 80 clause 3. Article 80 clause 3 of the constitution. Out of the 245 members, so രാജ്യസഭയിലെ മെമ്പേഴ്സ് നോക്കി വെക്കുക. 245 മെമ്പേഴ്സ് ഇൻ ദി രാജ്യസഭ എത്ര പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്? 12 ആർ നോമിനേറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പ്രസിഡൻ്റ് ആണ്. ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം? ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ആൻഡ് ദ നോമിനേറ്റഡ് മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? സ്പെഷ്യൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഏരിയ സച്ച് ആസ് 4 ഏരിയാസേ പറയുന്നുള്ളൂ. ശ്രദ്ധിക്കുക, 4 ഏരിയാസാണ്, 4 ഏരിയാസാണ്. ലിറ്ററേച്ചർ, സയൻസ്, ആർട്ട് ആൻഡ് സോഷ്യൽ സർവീസ്. ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് 2024 നടന്ന, റീസെൻ്റായിട്ട് നടന്ന കറൻറ്റ് ഈവൻറ്റ്സ് ആണ്. പഠിച്ചു വെക്കുക. നമുക്ക് വരുന്ന ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത സെഷനുമായിട്ട് വീണ്ടും കാണാം.